ഓൺലൈൻ പഠനത്തിന് അടിസ്ഥാന സൌകര്യമില്ലാത്ത പറവൂർ വാരാപ്പുഴ സ്വദേശികളായ കുരുന്നുകൾക്ക് സ്കൂൾ അധികൃതർ സ്കൂളിൽ പഠന സൌകര്യമൊരുക്കി. ദിവസവും ഓൺലൈൻ പഠനത്തിനായി സ്കൂളിലെത്തുന്ന ഈ വിദ്യാർത്ഥികൾ തങ്ങളുടെ വീടുകളിൽ വൈദ്യുതി കണക്ഷനും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾക്കുമായി അധികാരികളുടെ കനിവ് തേടുകയാണ്. വരാപ്പുഴ എടമ്പാടം വീട്ടിൽ ഹെഡ്വിഗ് ജോർജും ഭാര്യയും 2 മക്കളും താമസിക്കുന്ന വീടാണിത്. ഏതു നിമിഷവും നിലംപൊത്താറായ ഷീറ്റ് മറച്ച വീട്ടിൽ കാറ്റും മഴയും വരുമ്പോൾ വളരെ പേടിയോടെയാണ് ഹെഡ്വിഗ് ജോർജും കുടുംബവും കഴിയുന്നത്. വൈദ്യുതി കണക്ഷനോ വാട്ടർ കണക്ഷനോ റേഷൻ കാർഡോ തുടങ്ങി ഒരു അടിസ്ഥാന സൗകര്യവും ഈ കുടുംബത്തിനില്ല. മരപ്പണിക്കാരനായ ഹെഡ്വിഗ് സുഖമില്ലാത്തതിനാൽ കുറച്ചു നാളുകളായി ജോലിക്ക് പോയിട്ട്, ഭാര്യ തൊഴിലുറപ്പിനും മറ്റു ജോലിക്കും പോയിട്ടാണ് ഈ കുടുംബം കഴിയുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ഓൺലൈൻ പഠനം ആരംഭിച്ചപ്പോൾ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ ടിവിയും മറ്റു സൗകര്യവും ഇല്ലാതായതോടെ ഈ കുരുന്നുകളുടെ പഠനവും മുടങ്ങി. ഈ അവസ്ഥ അറിഞ്ഞ സ്കൂൾ അധികൃതർ സ്കൂളിൽ ഇവർക്ക് സൗകര്യമൊരുക്കി. ദിവസവും സ്കൂളിലെത്തിയാണ് ഇവർ ഓൺലൈൻ പഠനം നടത്തുന്നത്. പല സന്നദ്ധ സംഘടനകളും ഇവർക്ക് ടിവി നൽകാമെന്ന് പറഞ്ഞെങ്കിലും വൈദ്യുതി ഇല്ലാത്തതിനാൽ ആ വഴിയും അടഞ്ഞു. ബന്ധുക്കളുടെ ചതിയിൽപ്പെട്ട് ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടെന്നും സുഖമില്ലാത്തതിനാൽ ജോലിക്ക് പോയി കുടുംബം പുലർത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഹെഡ്വിഗ് പറഞ്ഞു. ആവശ്യത്തിനായിട്ട് ഓഫീസുകളിൽ കയറിയിട്ട് കറണ്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ കറണ്ട് തന്നെങ്കിൽ ഉടമസ്ഥൻ്റെ ഓണർഷിപ്പ് വേണമെന്ന് പറഞ്ഞ് ഓണർഷിപ്പിന് ചെല്ലുമ്പോൾ അവർ അറിയും സമ്മതം തരില്ല. പലവട്ടം ചോദിച്ചാൽ തന്നില്ല. നമുക്കിപ്പോൾ എൻ്റെ പിള്ളേർക്കാണെങ്കിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു ടി വി ഒരു ഫോൺ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ സ്കൂളിൽ പോയാണ് പഠിക്കണം. കറണ്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കിപ്പോൾ എടുക്കാനായിട്ട് ഒരു ഓണർഷിപ്പ് എഴുതി തരാത്തതുകൊണ്ട് കറണ്ട് കിട്ടണില്ല. ഒരു ടി വി ഇപ്പോൾ ഇന്നലെ ഇവിടെ പാർട്ടിക്കാർ വരാൻ ആരാണ്ടും കൊണ്ടുവന്ന് ടി വി കൊടുക്കാതെ ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതും പോയി. അപ്പോൾ ഫോണും ഇല്ല, നമുക്ക് ടി വി ഇല്ല. അപ്പോൾ പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയാണ് ഇപ്പോൾ പഠിക്കുന്നത്. സ്വന്തം പേരിൽ ഭൂമിയില്ലാത്തതിനാൽ വൈദ്യുതി കണക്ഷനോ റേഷൻ കാർഡോ വാട്ടർ കണക്ഷനോ കൂടാതെ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. പലതവണ രാഷ്ട്രീയ പാർട്ടിക്കാരോടെ തന്റെ ദുരവസ്ഥ അറിയിച്ചെങ്കിലും ഇതിനെ പരിഹാരം കാണാൻ ആരും മുൻകൈയെടുത്തില്ല. ഇതിനെ തുടർന്ന് BJP വരാപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് തന്റെ ദുരവസ്ഥ കാണിച്ച് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ BJP പറവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് എസ് ഭദ്രനും പ്രവർത്തകരും വീട് സന്ദർശിച്ചു. BJPയുടെ നേതൃത്വത്തിൽ ഇവരുടെ ദുരവസ്ഥ അധികാരികളെ അറിയിച്ച് ഇവർക്ക് ലഭിക്കേണ്ടതായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുമെന്നും ആനുകൂല്യങ്ങൾ അധികാരികൾ നൽകാത്ത പക്ഷം ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും രഞ്ജിത്ത് എസ് ഭദ്രൻ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അതേപോലെ അവരെ സഹായിക്കുന്ന CPMന്റെ നേതാക്കളും അതേപോലെ ഇദ്ദേഹത്തിന് അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ചുമതലയുള്ള വാർഡ് മെമ്പറും എല്ലാവരും ഇദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാര്യത്തിൽ BJP ഇന്നു മുതൽ ഇടപെടാനായിട്ട് അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സെക്രട്ടറിമാരായ അരുൺ ശേഖർ, ശ്യാം ബാബു, വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് MG ശശി, ജനറൽ സെക്രട്ടറി ജോർജ് ഷൈൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ACV ന്യൂസ്, നോർത്ത് പറവൂർ. ഓൺലൈൻ പഠനത്തിന്